Our tutorial continues 7th class. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റാൻഡം സാമ്പിളിംഗ് വിത്ത് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആറിൽ എങ്ങനെയാണ് ചെയ്യാന്നാണ്. അപ്പൊ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് വാല്യൂ മാത്രം സാമ്പിൾ ആയിട്ട് എടുക്കണം. അപ്പൊ ആ ഒരു റാൻഡം ആയിട്ട് അത് എടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. So in random sampling with replacement, each item in the population has an equal chance of being selected for the sample. ഒരു 10 വാല്യൂ ഉണ്ടെങ്കിൽ ആ 10ൽ 10ഉം എടുക്കാൻ സാധ്യത ഈക്വൽ പ്രോബബിലിറ്റി ആണ്. അതുപോലെ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എൻ ഐറ്റം ടു ബി സെലക്ടഡ് മോർ ദാൻ വൺസ്. നമ്മൾക്ക് 10 റോസ് ഉണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് റോ ഒരു തേർഡ് റോ ആയിട്ട് വീണ്ടും സെലക്ട് ചെയ്യാൻ, ദാറ്റ് ഈസ് വിത്ത് റീപ്ലേസ്മെന്റ്, അതിനെ വീണ്ടും സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, അപ്പൊ അതില് ആറില് സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിത്ത് ഓർ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് റാൻഡം സാമ്പിളിംഗ് ചെയ്യുക. അപ്പൊ അതിൽ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ പാസ് ചെയ്തിട്ട് ഒരു സാമ്പിൾ ആണ് നമുക്കത് റിട്ടേൺ ചെയ്ത് തരുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും ആ ഫംഗ്ഷൻ വരിക. സാമ്പിൾ എക്സ് ഇസ് ദ വെക്ടർ, പിന്നെ നമ്മളൊരു സൈസ് പാസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒന്നുകിൽ റീപ്ലേസ് ഈക്വൽ ടു ഫോൾസ് ഓർ റീപ്ലേസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. പിന്നെ ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോർമലി പ്രോബബിലിറ്റി വെയിറ്റ് ആണ് നള്ളാക്കിയിട്ടാണ് അത് പാസ് ചെയ്യുക. അപ്പൊ സാമ്പിൾ ഫംഗ്ഷൻ ഹാസ് എൻ ആർഗ്യുമെന്റ് കോൾഡ് റീപ്ലേസ് ദാറ്റ് ക്യാൻ ബി സെറ്റ് ടു ട്രൂ ഓർ ഫോൾസ്. ആ ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത് റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണോ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണോ എന്നുള്ളത്. അത് ട്രൂ ആണെങ്കിൽ ദാറ്റ് ഈസ് വിത്ത് റീപ്ലേസ്മെന്റ്, ഫോൾസ് ആണെങ്കിൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ സാമ്പിൾ ഫംഗ്ഷന്റെ സിൻടാക്സ്. അപ്പൊ സിൻടാക്സ് നമ്മൾ പറഞ്ഞു, സാമ്പിൾ, വെക്ടർ, സൈസ്, റീപ്ലേസ്, ട്രൂ ഓർ ഫോൾസ്, പ്രോബബിലിറ്റി ഈക്വൽ ടു നൾ. ഇതില് വെക്ടർ ഓർ ഡാറ്റ സെറ്റ് ദാറ്റ് ഈസ് എക്സ്. സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിളിൽ എത്ര സൈസ് വേണം, എത്ര ഐറ്റംസ് വേണം. ഇത് റീപ്ലേസ് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യേണ്ടതാണ്. വിത്ത് ഓർ വിത്തൗട്ട് റീപ്ലേസ്, അതാണ് നമ്മൾ ട്രൂ ഓർ ഫോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി മീൻസ് പ്രോബബിലിറ്റി വെയിറ്റ് ആണ്, നോർമലി നള്ളാണ് പാസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഒരു ചെറിയ വെക്ടർ 1 2 3 4 5. അപ്പൊ അതിൽ നമ്മൾ ഈ പ്രോബബിലിറ്റി ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷണൽ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്നത് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന വെക്ടർ. ഇതിനെ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന വെക്ടറിലേക്ക് എടുത്തിട്ടുണ്ട്. 5 ഐറ്റം ആണുള്ളത്. നമുക്ക് സാമ്പിൾ ആയിട്ട് 3 ആണ് നമ്മൾ സൈസ് പറഞ്ഞിരിക്കുന്നത്. റീപ്ലേസ് നമ്മൾ ട്രൂ ആക്കി വെച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതിലുള്ള 3 എണ്ണം വെച്ചിട്ടുള്ള ഒരു സാമ്പിളിന് നമ്മൾക്കിത് റിട്ടേൺ ചെയ്ത് തരും. അതില് 1 2 1 വരാൻ സാധ്യതയുണ്ട്, 1 2 2 വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് റീപ്ലേസ് ഈക്വൽ ടു ട്രൂ ആണ്. ഓക്കെ, സോ ദിസ് കോഡ് വിൽ സാമ്പിൾ 3 items from the data vector data with replacement. Could any combination of numbers 1 2 3 4 5, any combination, ഏത് കോമ്പിനേഷനും ആവാം, സിമിലർ വരും ചെയ്യാം. അത് വിത്ത് റീപ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ നോക്കൂ, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ റീപ്ലേസ് ഈക്വൽ ടു ഫോൾസ് കൊടുക്കുകയാണെങ്കിൽ, അപ്പം ഇതില് 1 to 8 അഥവാ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 1 to 8 വരെയുള്ള നമ്പേഴ്സ്, അഥവാ 1 2 3 4 5 6 7 8 വരെയുള്ള നമ്പേഴ്സിൽ 7 സൈസുള്ള റീപ്ലേസ് ഫോൾസ് ആയതിനെ നമ്മളോട് സാമ്പിൾ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, അപ്പൊ ഇതില് ടോട്ടൽ എത്ര ഐറ്റം ഉണ്ട്? 1 2 3 4 5 6 7 8 ഐറ്റം ഉണ്ട്. അപ്പൊ അതിന് 7 സൈസ് ഇസ് പോസിബിൾ. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇതിലുള്ള ഏതെങ്കിലും ഒരു 7നെ ഇവരിങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് തരും. അപ്പൊ ഇതില് 4 1 6 5 3 2 7 ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? നമ്മൾ റീപ്ലേസ് നമ്മൾ ഫോൾസ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിവിടെ അടുത്തതായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് സൈസ് 9 കൊടുത്തു. അപ്പൊ നമ്മൾ നോക്കൂ, 8 ഉള്ളൂ നമ്മുടെ പോപ്പുലേഷന്റെ തന്നെ സൈസ്, എന്നിട്ട് അതിൽ 9 ഐറ്റം വെച്ചിട്ടുള്ള സാമ്പിൾ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അത് എറർ ആയിരിക്കും. ഇങ്ങനെ ഒരു എറർ വരും. ലെങ്ത്, സൈസ്, റീപ്ലേസ്, ആ പ്രോബബിലിറ്റി സിൻടാക്സ് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു എറർ ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ പോപ്പുലേഷനേക്കാളും വലിയ സൈസ് വെച്ചാൽ നമ്മൾക്ക് സാമ്പിളിംഗ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ്? റീപ്ലേസ് ഫോൾസ് ആയതുകൊണ്ടാണ്. ഇനി നമ്മൾ റീപ്ലേസ് ഇവിടെ ട്രൂ ആണ് വെക്കുന്നത് എങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. അതെങ്ങനെ? ഇപ്പൊ ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ, നമ്മൾ 9 സാമ്പിൾ എടുക്കാൻ പറഞ്ഞു. നമ്മുടെ റീപ്ലേസ് ട്രൂ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1നെ
1 to 8 വരെ സെലക്ട് ചെയ്തിട്ട് 1ന് വേണമെങ്കിൽ ഒരു റിപ്പീറ്റേഷൻ കൊടുക്കാം. കാരണം എന്താണ്, വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അവിടെ ഫോൾസ് വരില്ല, അപ്പോൾ അവിടെ എറർ വരില്ല. ഇങ്ങനെ റീപ്ലേസ്മെന്റ് ഫോൾസ് ആണെങ്കിൽ മാത്രമാണ് എറർ വരിക. ക്ലിയർ? In random sampling without replacement, each item in the population has an equal chance of being selected for the sample, but it is not possible for an item to be selected more than once. With replacement ആണെങ്കിൽ it is possible. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം അതിനും സാമ്പിൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സിൻടാക്സ് ആണ്, ട്രൂ ഓർ ഫോൾസ് മാത്രം മാറ്റി കൊടുത്താൽ മതിയാവും. സെയിം എക്സാമ്പിൾ നമ്മൾ റീപ്ലേസ് ഫോൾസ് ആക്കി കൊടുത്താൽ എന്തായിരിക്കും, 1 2 3 എന്ന് പറഞ്ഞിരിക്കുന്നത് വരാം, 3 4 5 വരാം, 1 4 5 വരാം. ഒരിക്കലും 1 2 1 1 2 2 ഒന്നും വരില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഉണ്ടാവില്ല. ക്ലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. 1 to 5 നമ്പറിൽ 4 എണ്ണം സെലക്ട് ചെയ്യാൻ പറയുമ്പം വിത്ത് റീപ്ലേസ്മെന്റ് ആകുമ്പം 2 3 1 3 കൊടുത്തു. ഇത് റീപ്ലേസ് 2 ആവുമ്പോൾ ഇവിടെ 9 കൊടുത്തു. 1 to 8 ആണ്. 9 കൊടുത്തു കഴിഞ്ഞാൽ ആകെ പോപ്പുലേഷനിൽ 8 ഐറ്റം ഉള്ളു. പക്ഷെ സാമ്പിളിലെ സൈസ് 9 വേണമെന്ന് പറഞ്ഞാലും ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂ വന്നിട്ട് 9 സൈസിലെ സാമ്പിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ക്ലിയർ? സോ ഇതാണ് റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ക്ലിയർ?